ഈ ഭൂമിയും ഈ ആകാശലോകവും ഗോളമണ്ഡലങ്ങളുമെല്ലാം നമുക്ക് വേണ്ടി സംവിധാനിച്ച റബ്ബ് ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ലോകത്തുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പഠിപ്പിച്ച പ്രപഞ്ചത്തിന്റെ നാഥൻ എന്താ പറഞ്ഞത്? ലോകത്തുള്ള മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയാണ്. പന്നികൾ, പട്ടികൾ, അതൊക്കെ നമുക്ക് എന്താ ആവശ്യം? നമ്മൾ ചിന്തിക്കുക. മനുഷ്യരെ നമുക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്. ഇരുകാലിയായ, രണ്ട് കാലുള്ള, ബുദ്ധിയുള്ള, വിവേചന ശക്തിയുള്ള, ധർമാധർമ്മങ്ങളെ, നീതി അനീതികളെ, സത്യാസത്യങ്ങളെ വേർതിരിച്ച് വിവച്ഛേദിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള മനുഷ്യൻ എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് ലോകത്തെന്തൊക്കെയുണ്ടോ, ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ എല്ലാം. അതാ ഖുർആന്റെ ഭാഷ. ഈ ലൈറ്റിന് ചുറ്റും പാറിക്കളിക്കുന്ന കൊച്ചു പ്രാണിയില്ലേ, നമുക്ക് വേണ്ടി അല്ലാഹു സംവിധാനിച്ചതാ. കാനനത്തിൽ ഗർജിക്കുന്ന സിംഹമടക്കമുള്ള തേറ്റയുള്ള മൃഗങ്ങൾ മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു സംവിധാനിച്ചതാ. ചിലപ്പോ നമ്മൾ ചിന്തിക്കും, എന്താ നമുക്കതുകൊണ്ട് ഉപകാരം? ഈ ഭൂമിയുടെ സന്തുലിതമായ അവസ്ഥ നിലനിൽക്കുന്നത് മനുഷ്യവാസത്തിന് അനിവാര്യമാണ്. അതുകൊണ്ട് ചെറിയ ബാക്ടീരിയകൾ, വൈറസുകൾ എല്ലാം നമുക്ക് വേണ്ടിയാണ്. എന്തൊക്കെ ലോകത്തുണ്ടോ എല്ലാം, ഈ മണൽത്തരികളും ചരൽക്കല്ലുകളും കുന്നുകളും മലകളും കുടികളും എല്ലാം, പ്രിയപ്പെട്ടവരെ, വെള്ളത്തിന്റെ അടിയിലേക്ക് കൂളിയിട്ട് പോകുന്ന മത്സ്യങ്ങൾ, കോടാനുകോടി ജീവജാലങ്ങൾ, സകലതും ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, നിങ്ങൾക്ക് വേണ്ടിയാണ് സംവിധാനിച്ചത് എന്ന് പ്രപഞ്ചത്തിന്റെ നാഥൻ ഉറക്കെ അല്ലാഹുവിന്റെ കലാമിലൂടെ പറയുന്നു. അതിന് തിരിച്ച് മനുഷ്യൻ കാണിക്കേണ്ടത് എന്താണ്? തിരിച്ചു കൊടുക്കേണ്ടത് എന്താണ്? ആ നന്ദിയാണ് ഇന്നത്തെ വിഷയത്തിന്റെ മർമ്മം. മനുഷ്യൻ റബ്ബിന് തിരിച്ചു കൊടുക്കേണ്ടത് എന്താണ്? എല്ലാ മനുഷ്യരും അള്ളാഹുവിനോട് തിരിച്ച് നന്ദി കാണിച്ചില്ലെങ്കിൽ അള്ളാഹുവിന് വല്ല നഷ്ടവുമുണ്ടോ? ഒരിക്കലുമില്ല.